പിറവന്തൂരിലെ കിൻഫ്ര പാർക്കിൽ റബ്ബർ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പത്തനാപുരം ലോക വ്യവസായ ഭൂപടത്തിൽ സ്ഥാനം നേടുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ റബ്ബർ പാർക്കിന് ഇവിടെ എത്തിച്ചേരുമെന്ന് ഔദ്യോഗികമായി റബ്ബർ ബോർഡിനെ അറിയിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ബോർഡിന്റെ ചെയർപേഴ്സൺ ഈ റബ്ബർ പാർക്ക് പത്തനാപുരത്ത് മുക്കടവിൽ വരുന്ന റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപനവും ചടങ്ങ് വലിയൊരു ജനപങ്കാളിത്തമുള്ള ചടങ്ങാക്കി മാറ്റുവാൻ നമ്മുടെ സഹകരണം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ മാസം 27-ന് കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ റബ്ബർ പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 27-ന് നടക്കുന്ന ചടങ്ങിന്റെ വിജയത്തിനായി അലിമുക്കിൽ വിളിച്ചു ചേർത്ത സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ. 5000-ഓളം പേർക്ക് ജോലി ലഭ്യമാകുന്ന റബ്ബർ പാർക്കിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആവശ്യമായി വരുന്ന ചെറുതും വലുതുമായ 100 കണക്കിന് റബ്ബർ ഉത്പന്നങ്ങൾ നിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 30 കോടി രൂപ പദ്ധതിയുടെ നിർമ്മാണത്തിനായി ലഭ്യമായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശിലാസ്ഥാപന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ശശിധരൻ, ഡിസിസി ജനറൽ സെക്രട്ടറി CR നജീബ്, എം ഷേഖ് പരീദ്, AR ബഷീർ, എം അബ്ദുൾ റഹ്മാൻ, ഷെർലി ഗോപിനാഥ്, ആരോമലുണ്ണി, ബിന്ദുമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.